അപ്പൊ നമ്മുടെ കുക്കിഫൈന്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ക്രിസ്റ്റ കൊടുക്കുന്ന പാട്ട് നിങ്ങൾ അറിഞ്ഞോ ഗൈസ്, ഞങ്ങളുടെ അടുത്ത് ഒരു കാറില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ? നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിനില്ലേ, സുജിൻ പാത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് ഫ്രൈ പാനും നമ്മുടെ കടായി ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം മേടിക്കാൻ പോവാം. അതിൽ നിന്ന് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാറ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫ്രീ ആയിട്ട് കിട്ടും ഗൈസ്. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് പോയി മേടിക്കാൻ പോയി. എനിക്ക് കാർ, അവൻ്റെ കയ്യിലുള്ള കാർ തീർന്നു പോകുന്നതിന് മുന്നേ പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇല്ലേ, ഒന്നും മനസ്സിലായില്ലേ? കണ്ടു നോക്കും. പ്രോഡക്റ്റ് കൂടാതെ മുന്നേ നമ്മളിത് പർച്ചേസ് ചെയ്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകും പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മൾ 199 രൂപ അഡീഷണൽ വെച്ചിട്ട് നമ്മളെ പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ വെറും ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ സംസാരിച്ചാൽ മതി. അപ്പൊ മറക്കണ്ട, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ക്രിസ്റ്റ ഗോൾഡ് കോയിന് സ്മാർട്ട് ഫോണുകൾ സ്വന്തമാക്കിക്കോ. അത് മാത്രമല്ല, പൈസയും കൊടുക്കുന്നുണ്ട്. ആദ്യം 5000 രൂപയായിരുന്നു കൊടുത്തത്, ഇപ്പൊ അത് 50,000 രൂപയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കടായോ അല്ലെങ്കിൽ ഒരു തവയോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ കിട്ടും നമുക്ക് 50,000 രൂപ അല്ലെങ്കിൽ 5000 രൂപ അല്ലെങ്കിൽ ഒരു കാറ്. എൻ്റെ കയ്യിൽ കാറില്ല ഗൈസ്, കാറില്ല. അപ്പം ഞാനൊരു പാത്രം മേടിച്ച കാർ കിട്ടില്ലേ? ഞാൻ പോവുകയാണ്. 50,000 രൂപ കൊടുക്കുന്നതോ? നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ് ഒന്നും അറിയത്തില്ല. ഇതേ കണ്ടു നോക്ക്. 5000 രൂപ 4 പേർക്ക് വെറും 24 മണിക്കൂർ മാത്രം. നാളെ രാത്രി 8 മണിക്ക് ലൈവ് വന്നിട്ട് 4 ആൾക്ക് 5000 വെച്ച് അയച്ചു കൊടുക്കുന്നതായിരിക്കും. മല്ലു ഫാമിലിയിലെ സുജിന്റെ കല്യാണം കഴിഞ്ഞല്ലോ. ഇപ്പം ആദ്യത്തെ ഭാര്യ തന്നെ വീണ്ടും കല്യാണം കഴിച്ചു. 3-ാമത് 4-ാമത് അങ്ങോട്ടൊക്കെ ഡൈവേഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇപ്പോൾ കല്യാണത്തിന്റെ ഡ്രാമ ചെയ്ത് വന്നപ്പോഴത്തേനും കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറേ പൈസയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്തേ? പഴയ കാറുകളെല്ലാം പാത്രങ്ങൾ മേടിക്കുന്നവർക്ക്, തവ മേടിക്കുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. അതേ കണക്ക് തന്നെ അവൻ ഒരു ഫോൺ മേടിച്ചാൽ നാട്ടുകാർക്കെല്ലാം ഒരു ഫോൺ ഫ്രീ ആയിട്ട് മേടിച്ചു കൊടുക്കും. അത്ര നല്ല മനസ്സായുള്ള ഒരു മനുഷ്യനാ. സോ ഒരു ഫോൺ മേടിക്കുന്ന എന്ത് ചെയ്യാനാ? ഞാനൊരു ഫോൺ മേടിച്ചു, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഫോൺ ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്ന്. സത്യം നോക്കൂ. അപ്പൊ എപ്പോഴും പറഞ്ഞ പോലെ തന്നെയാണ്, ഞാനൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങക്കൊരു ഫോണ്. എന്തൊരു നല്ല മനസ്സല്ലേ. അവൻ ഒരു ഫോൺ മേടിച്ചാൽ നാട്ടുകാർക്ക് മൊത്തം ഫോൺ മേടിച്ചു കൊടുക്കും. അവന് യൂട്യൂബിൽ നിന്ന് കുറച്ച് ഡ്രാമ കാണിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് അല്ലെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വ്യൂസും കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടി. അത് കൊടുത്ത് പുതിയ കാറ് മേടിച്ച് ആ കാറ് പിന്നെ ഒരു പാത്രക്കട തുടങ്ങി. ആ പാത്രങ്ങൾ മേടിക്കുന്നവർക്ക് കാറ് ഫ്രീ ആയിട്ട് കൊടുക്കുവാണ് ഗൈസ്, ഫ്രീ ആയിട്ട് കൊടുക്കുവാണ്. എന്തൊരു വലിയ മനസ്സല്ലേ. കാരണം ഇനി അടുത്ത ഡ്രാമ കാണിക്കണ്ടേ? അടുത്ത ഡ്രാമ കാണിക്കുമ്പോഴത്തേക്കും കാറൊന്നും ഇടാനായിട്ട് സ്ഥലം ഉണ്ടാവില്ലായിരിക്കും. അതായിരിക്കും ഒന്ന് തോന്നുന്നുണ്ട് കാറുകളൊക്കെ ചുമ്മാതെ ഫ്രീ ആയിട്ട് കൊടുക്കണം. എൻ്റെ ഒരു പാത്രം മേടിക്കും അല്ലെങ്കിൽ ഞാൻ കൊളാബ് ചെയ്തേക്കുന്ന അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? QR കോഡ് തരും. അപ്പം നിങ്ങൾ ആ QR കോഡ് സ്കാൻ ചെയ്ത് 1000 രൂപ വെച്ച് അയക്കണം. അപ്പോൾ ഒരു 10 പേര് അയച്ചു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. 10 പേര് നല്ലല്ലോ അയക്കുന്നില്ല. ഈ കാണുന്ന വീഡിയോ കാണുന്നവരൊക്കെ എന്താ വിചാരിക്കുന്നത്? ഒരു QR കോഡിൽ നമ്മൾ 1000 രൂപ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാർ കിട്ടത്തില്ലേ അല്ലെങ്കിൽ നമുക്കൊരു മൊബൈൽ കിട്ടത്തില്ലേ എന്ന് വിചാരിച്ചിട്ട് അയച്ചു കൊടുക്കും. ലക്ഷങ്ങൾ അയച്ചു കൊടുക്കും. അപ്പോൾ എത്ര കിട്ടും? എങ്ങനുണ്ട് ബുദ്ധി? എന്നിട്ടോ അത് വെച്ചിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കും. കാർ കൊടുക്കുന്നുണ്ടോ എന്തോ ആർക്കറിയാം. ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാരങ്ങളെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് കാർ കൊടുക്കുന്നു എന്ന് കാണിക്കുന്നതായിരിക്കും. അല്ലാതെ കാർ കിട്ടിയവരാരും ഇതുവരെയ്ക്കും വന്ന് പേഴ്സണലായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. സുജിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കാർ കിട്ടിയെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ആരും ചെയ്തിട്ടില്ല. ഇവൻ കാർ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരൊക്കെ പിടിച്ചോണ്ട് നിർത്തിയിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അല്ലാതെ ആർക്കും കാർ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ആരും പേഴ്സണലായിട്ട് വന്നിട്ട് ഇതുവരെയ്ക്കും വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ദൈവത്തിനറിയാം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം വീണ്ടും കല്യാണമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞ് ഹണിമൂണിനൊക്കെ പോകാൻ ഒരുങ്ങുവാണ്. അവർ ഹണിമൂണിനൊന്നും പോകുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? തുരാന്ന് വീഡിയോയിൽ ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഭാര്യയും ഭർത്താവും പെങ്ങളും എല്ലാവരും ഇപ്പം തുരാ വീഡിയോയിൽ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും കൂടെ ഡൈവോഴ്സ് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കുഞ്ചൂസ് കുറച്ച് കരഞ്ഞ് കുറച്ച് ഷോക്കായിട്ട് കുറച്ച് സാഡ് സോങ്ങിൻ്റെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് കുറേയേറെ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങ് ഓരോ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഡ്രസ്സിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ തുരാന്ന് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുക. കുഞ്ചൂസിൻ്റെ പൊന്നൂസിൻ്റെ വീഡിയോസ് ഒന്നും ഇവർ ഡൈവേഴ്സ് ആവുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് അധികം ഒന്നും കാണുന്നില്ലായിരുന്നു. ഇപ്പൊ അവരുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ചൂസിന്റെയും പൊന്നൂസിന്റെയും സുജിന്റെയും ഒക്കെ വീഡിയോസ് തുരാ വന്നുകൊണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ. നേരത്തെയൊക്കെ വീഡിയോസുകളൊന്നും അധികം വരുന്നില്ലായിരുന്നു. ഇതെല്ലാം ഇവരുടെ ഓരോരോ ഡ്രാമകളാണ് മനുഷ്യരെ പറ്റിക്കാനായിട്ട്. കാർ കൊടുക്കുന്നു, പിന്നെ ഫോൺ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു. എന്തോ ഒരു ഇതാന്നറിഞ്ഞില്ലേ? 5000 രൂപ കൊടുക്കുന്നു, 50,000 രൂപ കൊടുക്കുന്നു. ഞാനൊരു ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഫോൺ ഫ്രീ ആയി തരുന്നു. ഞാൻ കൊളാബ് ചെയ്തിരിക്കുന്ന അവരെ ഒന്ന് ഫോളോ ചെയ്യൂ, നിങ്ങൾക്ക് ഞാൻ കാറ് തരാം, മൊബൈൽ തരാം, പൈസ തരാം.
എന്താ ഒരു മനസ്സിലെ കള്ളനാണ്, മഹാകള്ളനാണ്. നാട്ടുകാരെ വീണ്ടും പറ്റിക്കാനുള്ള ഓരോരോ പരിപാടി കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നേരത്തേക്ക് ഓരോരോ ഫേക്ക് ആപ്പുകളൊക്കെ ചെയ്തിട്ട് അന്ന് എങ്ങനെയായിരുന്നു, ഒരു മാലയോ അത് ആങ്ങളെയും പെങ്ങളും ഉണ്ടായിരുന്നു, ആങ്ങളെയും പെങ്ങളും കൂടെ ഒരു മാലയോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ പോവാണ്. പിന്നെ പൊന്നൂസ് പറയുന്നുണ്ടായിരുന്നു, കുഞ്ചൂസ് പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ആങ്ങളയ്ക്കൊരു മാല ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്, ഇത്ര പവൻ്റെ മാല ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അതിൻ്റെ പൈസ എവിടെ നിന്നാണെന്ന് അറിയാമോ? ഞാൻ ഇതിനകത്ത് റമ്മി കളിച്ച് അല്ലെങ്കിൽ ആ ഗെയിം കളിച്ച് കിട്ടിയ പൈസ കൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങളും കളിക്കൂ, നിങ്ങൾക്കും അതനുസരിച്ച് പൈസ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരെ കൊണ്ട് അങ്ങനെ ആ ഫേക്ക് ആപ്പുകളെല്ലാം കൂടെ പ്രൊമോട്ട് ചെയ്തിട്ട് മാല മേടിച്ചു, താലി മേടിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ആൾക്കാരെ പറ്റിച്ചു. അതിലൊക്കെ നടന്നില്ല. അതിലൊക്കെ കുറച്ച് കേസൊക്കെ വന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം വിചാരിച്ചു അതൊന്നും ശരിയാവത്തില്ല, സ്വന്തം വീട്ടുകാരെ വെച്ച് തന്നെ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഭാര്യയ്ക്ക് അവിഹിതമെന്നും പറഞ്ഞുകൊണ്ട് തംബ്നെയിലിട്ടിട്ട് അങ്ങനെ കുറേ ആൾക്കാരെ പറ്റിച്ച് അവളെ ഞാൻ ഡൈവേഴ്സ് ചെയ്യാൻ പോവാണ്, അവൾക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞ് ഏതെങ്കിലും മനുഷ്യർ ചെയ്യുന്നതാണോ ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുക, വീഡിയോ ഇടുകയൊക്കെ ചെയ്യുന്നത്? അങ്ങനെ കുറേ നാൾ അങ്ങനെ നടന്നു ഭാര്യയും ഭർത്താവുമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യാൻ പോകുകയെന്നും പറഞ്ഞുകൊണ്ട് നടന്നു. ഇപ്പോൾ അതേ ഞാൻ കാറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ഫോൺ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ QR കോഡിലേക്ക് 1000 രൂപ വെച്ച് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പിന്നെ BMW അല്ലെങ്കിൽ എൻ്റെ കിയ ഇത് എല്ലാ കാറും ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം, 1000 രൂപ വെച്ച് നിങ്ങൾ എനിക്ക് അയച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഇവന് പോയി പൈസ അയച്ചു കൊടുക്കുന്നതും ഇവൻ്റെ പാത്രങ്ങൾ മേടിച്ചിട്ട് എന്താ വേറെ പാത്രങ്ങളൊന്നും കിട്ടത്തില്ല, ബ്രാൻഡഡ് ആയിട്ടുള്ള എത്രയോ പാത്രങ്ങളുണ്ട്, അത് ഏതെങ്കിലുമൊക്കെ മേടിച്ച് യൂസ് ചെയ്യാൻ നോക്കൂ. എല്ലാം ഫ്രോഡായിരിക്കും. എൻ്റെ പാത്രങ്ങളും ഫ്രോഡായിരിക്കും. പിന്നെ കുറേ പെർഫ്യൂമിൻ്റെയൊക്കെ ആദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാം ഫ്രോഡായിരിക്കും. അതൊന്നും മേടിക്കാതെ ഈ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല സാധനങ്ങൾ മേടിക്കൂ. അങ്ങനെയുള്ളതൊന്നും പറ്റിക്കപ്പെടത്തില്ല. ഇവൻ എല്ലാം പറ്റിപ്പീരാണ്. ഇവൻ കുടുംബത്തോടെ പറ്റിപ്പീരാണ്. ഇപ്പം പെണ്ണുപിള്ള അപ്പം പാട്ടും പാടിക്കൊണ്ട് എന്തോരം റീൽസാണ് ഇടുന്നതെന്നറിയാമോ? കുറേ നാൾ സാഡി സോങ് ഇട്ടിട്ട് ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ സോങ്ങുകളും ഒക്കെ ഇട്ടിട്ടായിരുന്നു വീഡിയോസുകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം അതേ സന്തോഷമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ ഇനിയിപ്പം സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമല്ലോ. ഹണിമൂണൊന്നും പോകുന്നില്ലേ? എന്തോ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ ഹണിമൂണിനൊക്കെ പോകുന്നുണ്ടാവുമായിരിക്കും. ഇത്രയുള്ള ചെറുതായിട്ടുള്ള പാവാടയൊക്കെ ഇട്ടുകൊണ്ട് ഒരുതരം ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ട് കല്യാണം ആദ്യമൊക്കെ ഇവരൊക്കെ എനിക്ക് ഇതെല്ലാം പോട്ടെ. ഞാനിപ്പോൾ കാണുന്ന വീഡിയോയിൽ ഇവരുടെ കാര്യം തന്നെ ആയാലും പൈസയൊന്നും ഇല്ലാത്ത സമയത്ത് മാന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കും. പൈസയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സിൻ്റെ ഇറക്കം കുറഞ്ഞു വരും. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം നമ്മുടെ രേണുസുതി. പൈസയൊന്നും ഇല്ലായിരുന്ന സമയത്തൊക്കെ നല്ല കുർത്തിയൊക്കെ ഇട്ട് മാന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു ധരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പൈസ ആയപ്പോഴത്തേന് പൈസ കൂടി വന്നപ്പോഴത്തേന് ഡ്രസ്സിന്റെ ഇറക്കം കുറയുക, കൈയില്ല ഇവിടെ ഇങ്ങനെ പിടിച്ച് കാണിക്കുക. എന്താ ഇപ്പൊ ഇതിനകത്തും അത് കണക്കാണ്. കുഞ്ചൂസ് ഇത് കണക്ക് ഇത്രയുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്, ഫോട്ടോസൊക്കെ ഇട്ടേക്കുന്നുണ്ട്. അവർക്കും പൈസയായില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ ഡ്രസ്സിൻ്റെ ഇറക്കമൊക്കെ കുറയ്ക്കാമെന്നായിരിക്കും. നാട്ടുകാരെയൊക്കെ പറ്റിച്ച് നല്ലതുപോലെ പൈസ ഉണ്ടാക്കുന്നില്ലേ, അത് അന്നേരം ഇനിയിപ്പോൾ ഡ്രസ്സിൻ്റെ ഇറക്കമൊക്കെ കുറയ്ക്കാമെന്നായിരിക്കും. എന്താ കഥ? ഒരു മനുഷ്യരും അവരുടെ വീഡിയോ ഒന്നും കാണരുത്, വീഡിയോയും കാണരുത്. ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അവൻ്റെ കള്ളത്തരം പൊളിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ റിയാക്ഷൻ വീഡിയോക്കാർ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസുകൾ ഇടുന്നത് അവരുടെയൊക്കെ കള്ളത്തരങ്ങൾ പൊളിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? സത്യമല്ലേ? നിങ്ങൾ തന്നെ ഇങ്ങനെ ഞങ്ങളൊക്കെ റിയാക്ഷൻ വീഡിയോക്കാർ വീഡിയോ ഇടുമ്പോഴത്തേന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഇവരൊക്കെ പറയുന്നതൊക്കെ സത്യമല്ലേ എന്നൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവൻ ചെയ്തിട്ടുള്ള പരിപാടികളൊക്കെ ഇവരൊക്കെ വിളിച്ച് പറയുന്നതല്ലേ ഉള്ളൂ, അതൊക്കെ സത്യമല്ലേ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അവരുടെ വീഡിയോസുകൾ ഒരു മനുഷ്യരും കാണരുത്, പൊളിച്ചടുക്കണം അവനെയൊക്കെ, അതാ വേണ്ടുന്നത്. അപ്പം എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എന്നെ അറിയിക്കൂ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.